നമസ്കാരം. വിപിൻ ദാസ് തിരക്കഥെഴുതി ആനന്ദ് മേനൻ സംവിധാനം ചെയ്ത വാഴ തിയേറ്റർ റിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മോഹൻ രാജേശ്വരി, കോട്ടയം നസീർ, ജഗദീഷ്, അസീസ് നിലമങ്ങാട്, നോബി തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തിയിരിക്കുന്നത്. 5 കൂട്ടുകാരുടെ കഥയാണ് ചിത്രം പറയുന്നത്. വിഷ്ണു, അജോ, മൂസ, അബ്ദുൽ കലാം, വിവേക് ആനന്ദ് എന്നിവർ ചെറുപ്പം മുതൽ ഒരുമിച്ചുണ്ടായവർ, പഠനത്തിൽ മിടുക്കരല്ലാത്തവർ. ഈ കാലങ്ങളിൽ അവർ നേരിടേണ്ടി വരുന്നതും തുടർ സംഭവങ്ങളും തമാശയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് വാഴ എന്ന സിനിമ. ട്രെയിലറൊക്കെ കണ്ടാൽ ഏകദേശം കഥയും സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. അപ്പോഴും വാഴ എന്ന സിനിമ മികവിലെത്തുന്നത് പറയുന്ന സാഹചര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നിടത്തും അതിലെ തമാശകൾ വർക്കാവുന്നു എന്നിടത്തുമാണ്. ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ 3 തരം കുട്ടികളാണുള്ളത്. ഒന്ന്, മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച് ജീവിത വിജയം നേടുന്നവർ. 2, അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവർ. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയില്ല. വാഴ അവരുടെ കഥയാണ്, പ്രധാനമായും ഈ മൂന്നാമത്തെ കൂട്ടരുടെ. പ്രകടനത്തിലേക്ക് വന്നാൽ ഒരേ പ്രായക്കാരായിരിക്കുമ്പോഴും അവരിലെ വ്യത്യസ്തത എന്നത് രസകരമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി കൃത്യമായി പ്രേക്ഷകരുമായി സംവദിക്കുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനായി അത്യാവശ്യം ആത്മാർത്ഥ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. പ്രണയമുണ്ട്, പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അമിത് മോഹൻ രാജേശ്വരി അവതരിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ നന്നായി തന്നെ ആ കഥാപാത്രത്തെ ചെയ്തിട്ടുമുണ്ട്. ഒരു ഡെപ്ത് നൽകി തന്നെ അവതരിപ്പിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പോലീസ് സ്റ്റേഷനിലെ സീൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നിടത്ത് ശരിക്കും കിട്ടിലൻ പ്രകടനം തന്നെയായിരുന്നു. സിജു സണ്ണി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെയും കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ ഈ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ്റെ മുന്നിലുള്ള സീൻ ഗംഭീരമായിരുന്നു. ഒരു ആംഗിളിൽ അത് വളരെ സങ്കടങ്ങളാണ്, ഇപ്പുറത്ത് അത് ജനറേറ്റ് ചെയ്യുന്നത് തമാശകളുമാണ്. മൂസയെത്തുന്ന ജോമോൻ ജ്യോതിറും നന്നായി തന്നെ ചെയ്തു. കൗണ്ടറുകളൊക്കെയായി ചിരി സമ്മാനിക്കുന്നതിൽ മുന്നിൽ ഈ കഥാപാത്രം തന്നെയാണ്. ഹാഷിറിന്റെ സീനുകളും തമാശ സമ്മാനിക്കുന്നുണ്ട്. അനു, അനുരാജ്, സാഫ് ബോയ് ഒക്കെ പ്രാധാന്യത്തോടെ സിനിമയിൽ വരുന്നുണ്ട്. നന്നായി തന്നെ അവർ റോളുകൾ ചെയ്തിട്ടുമുണ്ട്. കോട്ടയം നസീർ, ജഗദീഷ്, അസീസ് നിറമങ്ങാട്, ജിബിൻ ഗോപിനാഥ്, അരുൺ സോൾ എന്നിവരാണ് ഇവരുടെ അച്ഛൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇവരുടെ പെർഫോമൻസ് രണ്ടാം പകുതിയെ മൊത്തത്തിലൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുമുണ്ട്. അവരുടെ ഒരു ഇമോഷണൽ പാർട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഫീല് നമുക്കും തരാൻ പ്രകടനങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. ഇത് ക്ലീശയാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കാൻ സമയം പോലും കൊടുക്കാതെ അവരെല്ലാം പെർഫോമൻസ് കൊണ്ട് തകർക്കുന്നുണ്ട്. കോട്ടയം നസീർ, ജഗദീഷ് എന്നിവരാണ് എടുത്തു പറയേണ്ടതിൽ. ഓരോ കഥാപാത്രത്തിന്റെയും കുറച്ചു കാലം എന്ന് വെച്ചാൽ പ്രായം കൂടെ വരുന്നുണ്ട് സിനിമയിൽ. അതിൽ മേക്കപ്പും ഏറ്റവും മികച്ച രീതിയിൽ തോന്നിയതും ഇവരുടേതാണ്. ഒരു സർപ്രൈസ് എൻട്രി കൂടെ ചിത്രത്തിലുണ്ട്, അത് കണ്ടു തന്നെ അറിയാം. രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയരായ ആൾക്കാരെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ ആ ടാലന്റ് കൂടെ ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രിയും നന്നായി തന്നെ വർക്കായിട്ടുണ്ട്. കാണുന്നവർക്കും അവരുടെ സാഹചര്യങ്ങളെ കൂടെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ തന്നെ. ആൺകുട്ടികളുടെ ഓരോ കാലത്തെയും ജീവിതത്തെ ഫോക്കസ് ചെയ്യുകയാണ് ചിത്രം ചെയ്യുന്നതും. കുടുംബത്തിൽ അധികാരം അച്ഛന് എന്ന രീതിയിലായതുകൊണ്ട് ഇവരുടെയൊക്കെ അച്ഛന്മാരും പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിലെത്തുന്നുണ്ട്. ഈ സിനിമയുടെ 2 മണിക്കൂറിനുള്ളിൽ ഒട്ടേറെ കാര്യങ്ങളിലൂടെ വാഴ കടന്നു പോകുന്നുമുണ്ട്. അപ്പോഴും അത് മുഴച്ചു നിൽക്കുന്നത് പോലെയോ ഏച്ചു കെട്ടിയതുപോലെയോ എവിടെയും അനുഭവപ്പെടുന്നില്ല എന്നിടത്താണ് എഴുത്തിൻ്റെയും അവതരണത്തിൻ്റെയും മികവ് കാണാൻ സാധിക്കുക. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സംഭവങ്ങൾ വരുമ്പോഴും അതിനെ നല്ല രസമായി തന്നെ സിനിമയിലുടനീളം പ്ലേസ് ചെയ്തിട്ടുമുണ്ട്. ചിരിയുടെ മീറ്ററിൽ നിന്നും ഇമോഷണൽ പാർട്ടിലേക്ക് കടക്കുമ്പോഴും അവതരണത്തിന്റെ കൈയടക്കം, അതിന്റെ പേസ് തന്നെയാണ് സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവ് എന്നുള്ളത്. പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോഴും റിയാലിറ്റിയോട് ചേർന്ന് തന്നെ അവതരിപ്പിക്കുന്നതും കാണാം. ബോയ്സിന്റെ കഥയാണ് എന്നതുകൊണ്ട് തന്നെ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, അവരുടെ പ്രായത്തിലുള്ളവർ അത്ര പ്രാധാന്യത്തോടെ വരുന്നില്ല. പഠനകാലത്തെ കഥാപാത്രങ്ങൾ എന്ന നിലയിലെ കാര്യമായിട്ട് വരുന്നുള്ളൂ. മായ എന്ന കഥാപാത്രം വരുമ്പോഴും ആ എപ്പിസോഡ് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മ കഥാപാത്രങ്ങൾ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൂടെയാണ്. അത് ഓരോ കഥാപാത്രങ്ങളുടെ നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാക്കാനും പറ്റും. മക്കളെ പോലെ തന്നെ പരാമർശിക്കേണ്ടതാണ് ഇതിലെ അച്ഛൻ കഥാപാത്രങ്ങൾ എന്നുള്ളത്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകളൊക്കെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതും ഓരോ അച്ഛൻ കഥാപാത്രങ്ങളുടെയും സിനിമ കൃത്യമായി പറയുന്നുണ്ട്. കോട്ടയം നസീർ, ജഗദീഷ് എന്നിവരുടെ കഥാപാത്രങ്ങളിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. സ്ക്രീൻ സ്പേസ് അത്യാവശ്യം നൽകി തന്നെ പറയുന്നു. ജിബിൻ ഗോപിനാഥിന്റെ കഥാപാത്രം വരുമ്പോൾ അത്രയും സ്ക്രീൻ സ്പേസ് നൽകിയല്ല പറയുന്നത് എങ്കിലും ആ ഇമോഷൻ എന്നത് പ്രേക്ഷകനുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രകടനം കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണത്. കഥാപാത്രങ്ങളുടെ സാഹചര്യമൊക്കെ കാണിക്കുമ്പോൾ അതിൽ ചില പ്രഡിക്റ്റബിൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും നന്നായി പഠിച്ച് ജോലിയായ ആൾ എന്നതിൽ ഇങ്ങനെയൊക്കെ പരിഗണിച്ചേക്കാമെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോഴും അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് വാഴ എന്ന സിനിമ രസകരമാവുന്നത്. തീർച്ചയായും എഡിറ്റർക്കും ഒരു കയ്യടിയുണ്ട്. കട്ട്സ് ഒക്കെ കിട്ടില്ലായിരുന്നു. ഒന്നിൽ നിന്നും അടുത്തതിലേക്കുള്ള ഷിഫ്റ്റ് എന്നത് ശരിക്കും സിനിമയെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്റ്റൈൽ തന്നെയാണ് വാഴയെ മൊത്തത്തിൽ ഒന്ന് എൻഗേജിങ് ആക്കി നിർത്തുന്നതിൽ പ്രധാന കാര്യമായിട്ട് വരുന്നത്. പശ്ചാത്തല സംഗീതം നന്നായിട്ടുണ്ട്. പാട്ടുകൾ ബ്ലെൻഡ് ചെയ്ത് വരുന്നതും സിനിമയുടെ ഒഴുക്കിന് ഗുണകരമായിട്ടുണ്ട്.
പ്രോപ്പർട്ടീസൊക്കെ മിക്ക സ്ഥലത്തും പ്ലേസ് ചെയ്ത രീതിയും കൊള്ളാം. പോലീസ് സ്റ്റേഷനിലെ ഒരു ഫോട്ടോ വരുന്നതും ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു കഴിയുമ്പോൾ മാറി നിൽക്കാൻ പറയുന്നതുമൊക്കെ ആ രീതിയിൽ കൂടെ രസകരമായി ബ്ലെൻഡ് ചെയ്തു എന്ന് തോന്നിയ കാര്യങ്ങളിൽ പെട്ടതാണ്. ഓവറോൾ തിയേറ്ററിൽ ഞാൻ നന്നായി തന്നെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് വാഴ. നല്ല പ്രകടനങ്ങൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതും. ഈ വാഴ എന്ന് പറയുമ്പോൾ വാഴപ്പഴമാണ് ആദ്യം മനസ്സിൽ വരിക അല്ലേ. വാഴക്കൂമ്പ്, ചിലപ്പോൾ നിങ്ങൾ വാഴച്ചുണ്ട് എന്ന് പറയുമായിരിക്കും. അത് ഒറ്റയ്ക്ക് തോരൻ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെറുപയർ കൂടെ ചേർത്താണെങ്കിൽ അതിനേക്കാൾ ഗംഭീരമാണ്. വാഴക്കാമ്പ്, നിങ്ങളുടെ നാട്ടിൽ ഇനി വാഴപ്പിണ്ടി എന്നാണോ പറയുക എന്നറിയില്ല. തോരൻ വെക്കാം, പച്ചടി വെക്കാം, വൻ സാധനമാണ്. പിന്നെ ഇതിൻ്റെ നാരുകൾ കൊണ്ട് തന്നെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ശരിക്കും വാഴ നല്ലൊരു ചെടിയാണ്. വാഴ എന്ന സിനിമയും കൊള്ളാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ